Hello everyone. ഞാൻ നെഹ്മ ബഷീർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ. സൈക്കോ എന്ന് പറയുന്ന ടേം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. സൈക്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് എന്നാണ് അർത്ഥം. സൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി അല്ലെങ്കിൽ സംതിങ് ബേസ്ഡ് ഓൺ ബോഡി എന്നാണ് പറയാറ്. സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമ്മളെ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത്. അതായത് ബോഡീനെ എഫക്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് നെഗറ്റീവായിട്ട് നമ്മളെ ബോഡി വളരെ വീക്ക് ആവുക, അല്ലെങ്കിൽ അത് ഗ്രാജുവലായിട്ട് നമ്മളതിനെ നമ്മുടെ ഒരു ഡിസീസിലേക്ക് കൊണ്ടുപോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംറ്റമാറ്റിക് കണ്ടീഷൻസിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് കാരണം നമ്മൾ പലപ്പോഴും ഡോക്ടറെ അടുത്ത് അപ്രോച്ച് ചെയ്യാറുണ്ട്. ഡോക്ടേഴ്സ് പറയുന്ന പ്രകാരം ടെസ്റ്റുകളും സ്കാനിങ്ങുകളും ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് നോർമൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കാണിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആണെന്ന് നമ്മൾ സംശയം പറയാറുണ്ട്. മെയിനായിട്ട് സൈക്കോസൊമാറ്റിക് ഡിസോർഡറിൽ ഉണ്ടാകുന്ന മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റൊമക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ആവാം, എന്തെങ്കിലും സ്കിൻ ഡിസീസസ്, അലർജീസ്, അല്ലെങ്കിൽ ബോഡിയിലി ഫറ്റീക്നെസ്സും, പിന്നെ മറ്റു പല ബോഡിയിൽ ഉണ്ടാവുന്ന മസിൽ പെയിൻസ്, ജോയിൻറ്റ് പെയിൻസ് ഒക്കെ തന്നെ ആണ് ഇതിൻ്റെ മെഡിക്കൽ കണ്ടീഷൻ. ഇത്തരത്തിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഉണ്ടാവാറ്. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഇതൊരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആണെന്ന് കണ്ടെത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റുകളിലൂടെയും സ്കാനിങ്ങിലൂടെയൊക്കെ തന്നെ നോർമൽ ആയിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡറിന് ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവരുടെ അടുത്ത് പേഴ്സണൽ ആയിട്ടുള്ള ഹിസ്റ്ററി എടുക്കുക, അതായത് ഒരു കേസ് സ്റ്റഡി നടത്തുക. ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ അവരുടെ ഹിസ്റ്ററിയിലേക്ക്, അവരുടെ ഫാമിലി ഹിസ്റ്ററിയിലും അവരുടെ പേഴ്സണൽ ഹിസ്റ്ററിയിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് അത്തരത്തിലുള്ളൊരു കേസ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കാണിക്കുമ്പോൾ പലപ്പോഴും അവർ നമുക്ക് കുറച്ച് മെഡിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ തരുന്നു. ആ മെഡിക്കേഷൻസ് എടുത്തോണ്ട് അവർക്ക് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും കാണിക്കുന്നില്ല എന്നുള്ളതാവുമ്പോഴാണ് സൈക്കോളജിസ്റ്റിലേക്ക് എത്തപ്പെടാറുള്ളത്. കൂടുതലായിട്ട് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുവരാറുള്ളത് കൂടുതലും ഓവർ തിങ്കേഴ്സിലും, അമിതമായിട്ടുള്ള ചിന്ത ഉള്ളവരിലും, പിന്നെ മിക്ക പേഷ്യൻസിൻ്റെയും അല്ലെങ്കിൽ ഓൾഡ് പാരൻസ് ഉള്ളവരുടെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ കെയർ ടേക്കേഴ്സിലൊക്കെയാണ് കൂടുതലായിട്ട് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ കണ്ടുവരാറുള്ളത്. ഓവർ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന രോഗം അവരുടെ ഫാമിലി ഹിസ്റ്ററിയിൽ, അവരുടെ പ്രീവിയസ് അവരുടെ ഗ്രാൻഡ് പാരൻസിലോ പാരൻസിലോ ആർക്കെങ്കിലും ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടെങ്കിൽ അവരെപ്പോഴും എക്സ്പെക്ട് ചെയ്യും എനിക്കും പല സിംറ്റംസും കാണിക്കുന്നുണ്ട്, എനിക്കും ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് ആ രീതിക്ക് അവർ പല മെഡിക്കൽ കണ്ടീഷൻസ് അവർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതും ഒരു കൈൻഡ് ഓഫ് സൈക്കോസൊമാറ്റിക് ഡിസോർഡറാണ്. ഇതിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവരുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചുള്ള മെഡിക്കേഷൻസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള കൺസൾട്ടേഷനും കൂടെ ഒപ്പം പോവേണ്ടതാണ്. ഇവർക്ക് വേണ്ടത് ഇവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കെയറിങ്ങും അതുപോലെ തന്നെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് ഇവർക്ക് കൂടുതലായിട്ട് ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള ഡിസീസും സൈക്കോസൊമാറ്റിക് കണ്ടീഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഈ ഒരു ഡിസീസ് അവർ ശരിക്കും അതിൻ്റെ ആ ഒരു സൊമാറ്റിക് കണ്ടീഷൻസ് ശരിക്കും അവർ റിയലി അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് ഉണ്ടാവും. പലപ്പോഴും ഇവരുടെ ഒരു മെഡിക്കൽ കണ്ടീഷൻ്റെ റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെസ് ഫാക്ടർ എന്ന് പറയുന്നത് മറ്റുള്ളവർ അവരെ കൺസിഡർ ചെയ്യുന്നില്ല, കെയർ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു കാറ്റഗറൈസേഷനോ അല്ലെങ്കിൽ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെ പ്രത്യേകിച്ചൊരു സ്പെസിഫിക് ആയിട്ടൊന്നും തന്നെ ഇല്ല. ബേസിക്കായിട്ട് ഇതിനൊരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തന്നെയാണ് ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എനിവേ, താങ്ക് യു.